അന്നമനടയിൽ റോഡിന് സമീപം കുറുനരി ചത്ത് ജീർണിച്ച അവസ്ഥയിലായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. അന്നമനട പൊറക്കുളം പാലത്തിന് സമീപമാണ് ദിവസങ്ങൾക്ക് മുൻപ് കുറുനരി ഇരുചക്രവാഹനം ഇടിച്ച് ചത്തത്. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാള വടമ കാവനാട് ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. അന്നമനടയിൽ റോഡിന് സമീപം കുറുനരി ചത്ത് ജീർണിച്ച അവസ്ഥയിലായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. അന്നമനട പൊറക്കുളം പാലത്തിന് സമീപമാണ് ദിവസങ്ങൾക്ക് മുൻപ് കുറുനരി ഇരുചക്രവാഹനം ഇടിച്ച് ചത്തത്. വാഹനം ഇടിച്ചു ചത്ത മൃഗം നായയാണെന്ന് കരുതി നാട്ടുകാർ തന്നെ മറവു ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറുനരിയാണെന്നും പേ ഉണ്ടോ എന്നും ഒരു വിഭാഗം ആളുകൾ സംശയം പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്തിലും ഹെൽത്തിലും വിവരമറിയിച്ചപ്പോൾ ഹെൽത്ത് പ്രതിനിധി എത്തി ജീവിയുടെ ജഡത്തിനു ചുറ്റും ക്ലോറിൻ വിതറുകയും നടപടിയെടുക്കാമെന്ന് പറഞ്ഞതല്ലാതെ ഇതുവരെ യാതൊരു പ്രവൃത്തികളും ചെയ്തില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴുവരിച്ച ജീർണിച്ച മൃതാവശിഷ്ടം പക്ഷികൾ കൊത്തിവലിക്കുകയും സമീപത്തെ കിണറുകളിലും മറ്റും കൊണ്ടിടുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ വരുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മുടെ മാമ്പ്രയിൽ നിന്നും വരികയും അവിടെ സ്ഥലം പരിശോധിച്ച് ഈ ജഡത്തിൽ ക്ലോറിൻ വിതറി പോവുകയും ചെയ്തു. അന്ന് തന്നെ നീക്കം ചെയ്തു കൊള്ളാമെന്നും അവർ പറഞ്ഞു. എന്നാൽ ഇന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഈ വിവരം വീണ്ടും അധികൃതരെ അറിയിക്കുകയും എന്നാൽ അവിടെ നിന്നും യാതൊരുവിധ ഒരു ആശാവഹമായ ഒരു ഉത്തരവ് അഭിപ്രായമോ അവരിൽ നിന്ന് കിട്ടിയില്ല. അതിനുശേഷം ഇപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇത് ജീർണിക്കുകയും ദുർഗന്ധം മൂലം ഈ സമീപ പ്രദേശത്തിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് ഇപ്പോൾ പക്ഷികളും മറ്റും കൊത്തിവലിച്ച് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ സമീപത്തെ കിണറുകളിലും പൊതുജലാശയങ്ങളിലും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലും മറ്റും ഇതിൻ്റെ അംശങ്ങൾ വീണു തുടങ്ങിയിട്ടുണ്ട്. ഇതുമൂലം സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് പേ വിഷയമുണ്ടോ എന്ന് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. ഉടനടി ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഒരു അഭ്യർത്ഥന മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. മീഡിയ ടൈം മാള. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2,97,82,585 രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം നെടുമ്പാശ്ശേരി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതി റിമാൻഡിൽ. ബാങ്കിലെ ജൂനിയർ ക്ലർക്കായിരുന്ന മാള വടമ കാവനാട് സ്വദേശി ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ചിലെ പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മാള സർവീസ് സഹകരണ ബാങ്കിലെ പ്രസിഡന്റ്, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റൊരു ജൂനിയർ ക്ലർക്ക് ഡോജോ ഡേവിസ് എന്നിവർ ചേർന്ന് 2011 ഡിസംബർ 3 മുതൽ 2019 നവംബർ 5-ാം തീയതി വരെയുള്ള കാലയളവിൽ സ്ഥാപനത്തിലെ മെമ്പർമാരുടെ പേരിൽ വ്യാജരേഖയുണ്ടാക്കി ലോൺ പാസാക്കിയെടുത്താണ് 2,97,82,585 രൂപയുടെ തട്ടിപ്പ് നടത്തിയത്. സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി കല്ലേറ്റുങ്കര സ്വദേശി നേരെപ്പറമ്പൻ വീട്ടിൽ നിക്സൺ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ച പരാതി വിശദമായി പരിശോധിച്ചതിന് ശേഷം മാള പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. തുടർന്ന് മാള പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തു. ജില്ലാ പോലീസ് മേധാവിയുടെ ഉത്തരവ് പ്രകാരം കേസിന്റെ അന്വേഷണം തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. കേസിലെ പ്രതിയായ ഡോജോ ഡേവിസിനെ പിടികൂടുന്നതിനായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. വിദേശത്തേക്ക് കടക്കുന്നതിനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തിയ ഇയാളെ ലുക്കൌട്ട് സർക്കുലർ പ്രകാരം എയർപോർട്ടിൽ തടഞ്ഞുവെക്കുകയും ജില്ലാ പോലീസ് മേധാവിയെ അറിയിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നെടുമ്പാശ്ശേരിയിലേക്ക് അയക്കുകയായിരുന്നു. തുടർന്ന് പ്രതിയെ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.
തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ ക്രൈംബ്രാഞ്ച് DYSP ഉല്ലാസ് കുമാർ, മാള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജിൻ ശശി, ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരായ സബ് ഇൻസ്പെക്ടർ ബെനഡിക്ട് PM, GSI രാജേഷ് TR, GSIമാരായ റാഫി, ഷിൽജ, ഷനിത, രാജീവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. EP ജയരാജന് മറുപടിയുമായി ശോഭ സുരേന്ദ്രൻ. ജയരാജന്റെ ആത്മകഥയിലെ പരാമർശത്തിനെതിരെയാണ് ശോഭ വിമർശനവുമായി രംഗത്തെത്തിയത്. തന്റെ മകനെ BJPയിൽ എത്തിക്കുവാൻ BJP നേതാവ് നിരന്തരം വിളിച്ചുവെന്നാണ് പുസ്തകത്തിലുള്ളത്. ഇക്കാര്യം ജയരാജനുമായി ബന്ധപ്പെടുത്തിയും നേരത്തെ ഉയർന്നു വന്നിരുന്നു. EP ജയരാജന്റെ ആത്മകഥയ്ക്ക് ശരിക്കിടേണ്ട പേർ ഒരു കള്ളന്റെ ആത്മകഥ എന്നാണെന്നും ശോഭ തുറന്നടിച്ചു. എന്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടായാലും എനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞാണ് ശോഭ ജയരാജനെ വിമർശിച്ചത്. അതായത് മകനെ ഫോണിൽ വിളിച്ചു. ഞാൻ EP ജയരാജന് മറുപടി പറയാൻ ആഗ്രഹിച്ച ആളല്ല. കാരണം കേസ് കോടതിയിലുണ്ട്. കോൺഗ്രസിന്റെ പണ്ട് ഈ നാടിന്റെ ഭരണകൂടത്തിന്റെ സാരഥ്യത്തിലിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഗത്ഭനായിട്ടുള്ള ലീഡർ ശ്രീമാൻ KC വേണുഗോപാലിനെതിരെ കേസ് നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ അതിനേക്കാളും വലിയ ഒരാളാണ് EP ജയരാജൻ എന്ന് ഞാൻ കരുതുന്നില്ല. അതവിടെ നിൽക്കട്ടെ. അപ്പൊ കേസൊക്കെ ഞാൻ നടത്തി കോടതി മുമ്പാകെ ഇതിന്റെ ബാക്കി മറുപടികളെല്ലാം ജയരാജനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലുണ്ടാകും. എന്നാൽ EP പറഞ്ഞത് ഞാൻ വായിച്ചത് എന്റെ മകനെ ഫോണിൽ വിളിക്കുന്നു. അപ്പോ മകനെ ഫോണിൽ വിളിച്ചപ്പോൾ മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത് എന്ന് തോന്നി എന്നാണ് പറയുന്നത്. അപ്പോ അതിനുള്ള ഒരു യന്ത്രം EP ജയരാജന്റെ കയ്യിലുണ്ടോ? ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് ഒരു വട്ടവും രണ്ടു വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് EP ജയരാജന് തോന്നി എന്നാണ് EP ജയരാജൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത്. എന്തു തന്നെയായാലും താൻ കേസുമായി മുന്നോട്ടു പോകുമെന്നും അവർ വ്യക്തമാക്കി. അന്ന് 24 മണിക്കൂർ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ BJPയുടെ ഷാൾ കഴുത്തിലണിഞ്ഞേനെ എന്നും ശോഭ പറഞ്ഞു. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. പുത്തൻചിറ കയർ വ്യവസായ സഹകരണ സംഘത്തിൽ കയർ ഭൂവസ്ത്ര നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയിൽ നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 7ഓളം വരുന്ന സഹകരണ സംഘങ്ങളുണ്ട് കയർ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ അത് കഴിഞ്ഞ ഗവൺമെൻറ് വരുന്ന അതിനെല്ലാം പുനരുദ്ധരിച്ചുകൊണ്ടാണ് എല്ലാ സംഘങ്ങളും പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുകയും ആധുനിക രീതിയിലുള്ള പ്രവർത്തനത്തിലൂടെ മാറ്റങ്ങൾക്കനുസൃതമായിട്ട് കയർ തൊഴിലാളികളെ പര്യാപ്തമാക്കുകയും ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മുടെ കയർ മേഖലയെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തന്നെ തൊഴിൽപരമായിട്ട് നമുക്ക് ഉറപ്പ് നൽകാൻ എന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സംഘം പ്രസിഡന്റ് NC സർവൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് മുഖ്യാതിഥിയായിരുന്നു. തൃശൂർ കയർ പ്രൊജക്ട് ഓഫീസർ സജി സെബാസ്റ്റ്യൻ പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി തൊഴിലാളികളെ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, TN വേണു, P ഉണ്ണികൃഷ്ണൻ, VN ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ AN രേണുക, വാസന്തി സുബ്രഹ്മണ്യൻ, സംഗീത അനേഷ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുമിത ദിലീപ്, മറ്റു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്ന 2 റോഡുകളുടെ നിർമ്മാണോദ്ഘാടനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് 12-ാം വാർഡ് കടമ്പോട് 21,10,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന SNDP റോഡിന്റെയും മറ്റത്തൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ 10.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന സംഗമം റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിർവഹിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജിത രാജീവ്, വാർഡ് മെമ്പർമാരായ KT ഹിതേഷ്, സുമിത ഗിരി, ഗീതാ ജയൻ, K സുരാജ്, ഷൈനി ബാബു, SNDP ശാഖ പ്രസിഡന്റ് സജിത ചന്ദ്രൻ, സെക്രട്ടറി ഇന്ദിര എന്നിവർ സന്നിഹിതരായിരുന്നു.
കുഴൂർ പാറപ്പുറത്ത് മഹാത്മാ അയ്യങ്കാളി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുസ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പൊതുസ്ഥലങ്ങളില്ല. വീടുകളിൽ പലപ്പോഴും അത്തരം കാര്യങ്ങൾ പഴയ പോലെ വീടുകളിൽ ആളുകൾ കൂടാറില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഇരിക്കാനും എന്തെങ്കിലും ചെറിയ ആവശ്യങ്ങൾ, ചെറിയ ഒരു കല്യാണം അല്ലെങ്കിൽ ചെറിയ മീറ്റിങ്ങുകളോ അല്ലെങ്കിൽ ചില കലാപരിപാടികളോ ഓണം പോലെ വിഷു പോലെ മറ്റ് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾക്ക് ഒത്തുകൂടാനും സംസാരിക്കാനും മറ്റേ പരിപാടികൾ നടത്താനും ഒക്കെ ഇത്തരം ചെറിയ സംവിധാനങ്ങൾ പ്രയോജനപ്പെടണം. ഞാൻ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അഭിമാനമുണ്ട്. കാരണം പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. 6-ാം തീയതി 7, 8 ഏതെങ്കിലും ദിവസത്തിനുള്ളിൽ നമുക്ക് പുതിയ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും. പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മനോജ്, മറ്റു പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് LP സ്കൂൾ, സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ, സെന്റ് മേരീസ് LP സ്കൂൾ, ഗവൺമെന്റ് ഈസ്റ്റ് LP സ്കൂൾ, ഫാസ് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലായാണ് കലോത്സവം നടത്തുന്നത്. പ്രധാന വേദിയായ ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കലോത്സവമാണ് കേരളത്തിലെ സ്കൂൾ കലോത്സവം. 20,000-ഓളം കുട്ടികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് സ്കൂൾ തലം മുതൽ സംസ്ഥാന തലം വരെ നീണ്ടു നിൽക്കുന്ന ഈ കലോത്സവത്തിലൂടെ ഒരുപാട് കലാകാരന്മാരെ. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷനായി. പ്രശസ്ത ചിന്തുപാട്ട് കലാകാരി ഹൃദ്യ ഷലിൻ മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമടത്തിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ്, നഗരസഭാ കൗൺസിലർമാരായ നിത പോൾ, TD എലിസബത്ത്, ഡോക്ടർ PC സിജി, ചാലക്കുടി BPC ലിജോ ജോസ്, സിസ്റ്റർ ജോസ്ലിൻ, HM ഫോറം കൺവീനർ R ശ്രീകുമാർ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ പ്രതിനിധി MR രതീഷ് മേനോൻ, പ്രിൻസിപ്പൽ സിസ്റ്റർ സോഫിയ, പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ്ബിൻ, പ്രധാന അധ്യാപിക പ്രതിനിധി NS ഷീബ, റാണി ജോൺ, PS ശ്രീമോൾ, KM അനിലാഷ്, VS ബിന്ദു എന്നിവർ പ്രസംഗിച്ചു. 7-ന് കലോത്സവം സമാപിക്കും. മാള കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജിൽ NSS വിദ്യാർത്ഥികൾക്ക് ബോണ്ട് ആൻഡ് ബബിൾ എന്ന പേരിൽ നിർമ്മാണ പരിശീലന ക്യാമ്പ് നടത്തി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഓട്ടോണമസ് കെമിസ്ട്രി വിഭാഗവും സെന്റ് തെരേസസ് NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം കോളേജ് മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ മേജർ ഡോക്ടർ അൽഫോൺസ് ലിഗോരി അധ്യക്ഷനായിരുന്നു. ക്രൈസ്റ്റ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ മാത്യു പോൾ ഊക്കൻ, കൊമേഴ്സ് ഡയറക്ടർ അഹമ്മദ് K, NSS പ്രോഗ്രാം ഓഫീസർ അൽഫോൺസ എന്നിവർ സംസാരിച്ചു. ക്രൈസ്റ്റ് കോളേജ് രസതന്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഭാഗ്യേഷ് PB സോപ്പ് ഡിഷ് വാഷ്, ഹാൻഡ് വാഷ്, ഫ്ലോർ ക്ലീനർ, ടോയ്ലറ്റ് ക്ലീനർ എന്നീ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തെപ്പറ്റി വിശദീകരിച്ചു. ഡോക്ടർ മെറിൻ ഷെല്ലി, കൃഷ്ണപ്രിയ, റോസ്മോൾ, സുമയ്യ, അഞ്ജലി എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. ഉൽപ്പന്നങ്ങളുടെ ആദ്യ വിപണനം കോളേജ് ഡയറക്ടർ ഫാദർ ഡോക്ടർ വിൽസൺ തറയിൽ നിർവഹിച്ചു. ACCA പരീക്ഷയ്ക്ക് അന്തർദേശീയ തലത്തിൽ 7ാം റാങ്കും രാജ്യത്ത് 1ാം റാങ്കും നേടിയ നൗറിൻ ഫാത്തിമയ്ക്ക് മാതൃവിദ്യാലയത്തിൽ വരവേൽപ്പ് നൽകി. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് 2022 ബാച്ച് വിദ്യാർത്ഥിനിയായ നൗറിൻ ഫാത്തിമയ്ക്ക് സ്വീകരണം നൽകിയത്. Now 4 years later, after shifting into commerce and pursuing ACCA, I feel so grateful to be recognized here. So first of all, I express my heartfelt gratitude to our chairman, Dr. Raju Davis sir, for personally inviting me and principal, director, dean, and for this wonderful welcome that you all give me. And at this moment, I would also like to remember all my teachers, mentors, friends and family for their constant support and encouragement. So the values that I learned from the school, curiosity, discipline and perseverance have guided me throughout my path. 100ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് പരീക്ഷയിൽ പങ്കെടുത്തിരുന്നത്. നൗറിന് ലോക പ്രശസ്ത അമേരിക്കൻ ഓഡിറ്റിംഗ് ആൻഡ് കൺസൾട്ടൻസി സ്ഥാപനമായ ഡിയോലൈറ്റിൽ പ്ലേസ്മെന്റും ലഭിച്ചു. കൊടുങ്ങല്ലൂർ സ്വദേശിയായ നൌഷാദ് P ഷാഹുൽ,
സജിത ദമ്പതികളുടെ മകളാണ് നൗറിൻ ഫാത്തിമ. സ്കൂളിൽ നടന്ന വരവേൽപ്പിൽ ചെയർമാൻ ഡോക്ടർ രാജു ഡേവിസ് പരേപ്പാടൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ അന്ന ഗ്രേസ് രാജു, പ്രിൻസിപ്പൽ ലത ഇ ടി, ഡീൻ ഓഫ് അക്കാദമിക് ജോസഫ് ചെറിയത്ത്, വിദ്യാർത്ഥികളായ ആരോൺ ദേവ് ജോസഫ്, ഐഡ സേറ ജോസഫ്, ദീക്ഷ കൃഷ്ണകുമാർ, നൗറ എന്നിവർ പ്രസംഗിച്ചു. മാള വൈസ്മെൻസ് ക്ലബ്ബും KP പത്രോസ് വൈദ്യൻസ് കണ്ണംകുളത്തി വൈദ്യശാലയും സംയുക്തമായി ചിത്രരചന മത്സരം നടത്തുന്നു. മാള ഹോളി ഗ്രേസ് അക്കാദമിയിൽ നവംബർ 8 ശനിയാഴ്ചയാണ് മത്സരം. രാവിലെ 9:30 മത്സരങ്ങൾ ആരംഭിക്കും. ഭാരവാഹികളായ മാർഗരറ്റ് ജോസ്, ജിഷ ഷിബു, റോസ്ലി ജോളി വടക്കൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ലോകമെമ്പാടും സാമൂഹ്യ സേവന രംഗത്തും മുൻനിരയിലുള്ള വൈസ്മൻ പ്രസ്ഥാനവും ആരോഗ്യ രംഗത്തും സേവന രംഗത്തും മുൻനിരയിലുള്ള കുഴു കണ്ണംകുളത്തി വൈദ്യശാലയും മാള വൈസ്മൻ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംയുക്തമായി വർഷം തോറും സംഘടിപ്പിക്കുന്ന ഒരു ചിത്രരചന മത്സരമാണ് ഈ നവംബർ 8 വരുന്ന ശനിയാഴ്ച നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഹോളി ഗ്രേസ് അക്കാദമിയിൽ രാവിലെ 9:30 ആരംഭിക്കും. 2 മണിക്കൂറാണ് മത്സരം. ഇതിൽ പങ്കെടുക്കുന്നവർ ഞങ്ങളുടെ വിൽസൺ കണ്ണംകുളത്തി ഇതിന്റെ സ്പോൺസറാണ് വൈദ്യശാല. പിന്നെ വൈസ്മൻ ഫ്രാൻസിസ് PS റീജിയണൽ ഡയറക്ടർ, വൈസ്മൻ സാജൻ സുന്ദർ ലാലു റീജിയണൽ സെക്രട്ടറി, പിന്നെ ഞാൻ പ്രസിഡന്റ് മാർഗരറ്റ് ജോസ്. ഉദ്ഘാടനം അങ്കമാലി MLA റോജി ജോൺ. പിന്നെ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, വലിയ ആളുകൾ വരുന്നുണ്ട്. മാളയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി നേതാവ് VP മാധവൻ അനുസ്മരണ സമ്മേളനം ആചരിച്ചു. CPI മാള മണ്ഡലം സെക്രട്ടറി MR അപ്പുക്കുട്ടൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാള സൗത്ത് ലോക്കൽ സെക്രട്ടറി VS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VM വത്സൻ, TN വേണു, TK രാജൻ, PF ജോൺസൺ, MK ബാബു, PK വിശ്വംഭരൻ, VM ചന്ദ്രബോസ്, AK ബാലൻ, PA വേലായുധൻ, ബൈജു മണന്തറ, രതീഷ് ശാന്തി എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ക്ഷീര കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹേമലത രാജ്കുട്ടൻ, വെറ്റിനറി ഡോക്ടർ ശിവനാരായണൻ, ആഷിമ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 ലക്ഷം രൂപ ചെലവിട്ടാണ് കർഷകർക്ക് ധാതു ലവണ മിശ്രിതം വിതരണം ചെയ്തത്. വിധവയുടെ ഭൂമിയിൽ അതിക്രമിച്ച് കയറി മരം മുറിച്ചു. വിൽപ്പന നടത്തിയ കേസിൽ BJP കൗൺസിലർ രഞ്ജിത രാജീവൻ രാജിവെക്കുക, CI ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാറ നിർമ്മിക്കുക, ദേശീയപാതയിൽ നിന്നും നഗരത്തെ അടച്ചുകെട്ടാതിരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രതിരോധ സംഗമം നടത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, KR ജൈത്രൻ, PP സുഭാഷ്, TK രമേഷ് ബാബു, വേണു വെണ്ണറ, KS ഗൈസാബ്, റഹീം പള്ളത്ത്, അരുൺ മേനോൻ, ഷഫീഖ് മണപ്പുറത്ത്, PB ഗൈസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്നമനടയിൽ റോഡിന് സമീപം കുറുനരി ചത്ത് ജീർണിച്ച അവസ്ഥയിലായിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. അന്നമനട പൊറക്കുളം പാലത്തിന് സമീപമാണ് ദിവസങ്ങൾക്ക് മുൻപ് കുറുനരി ഇരുചക്രവാഹനം ഇടിച്ച് ചത്തത്. മാള കുരുവിലശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 2 കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. മാള വടമ കാവനാട് ആത്തപ്പള്ളി വീട്ടിൽ ഡോജോ ഡേവിസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ആരംഭിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.